സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ഒറ്റയ്ക്കാണ്. പാർട്ടി നേതൃത്വം സമവായ നീക്കം അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് മറ്റുള്ള നേതാക്കൾ ഈ വിഷയം അറിയുന്നത്. സമവായ നീക്കം രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും മുഖ്യമന്ത്രി പിൻവാങ്ങാൻ തയ്യാറായില്ല എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, മുഖ്യമന്ത്രിയുടെ മാത്രം തീരുമാനമാണ് ഈ സമവായ നീക്കം എന്നുള്ളതാണ്. പാർട്ടിക്ക് പല വിഷയങ്ങൾ PMC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തിരിച്ചടിയായത് എന്ന് കണ്ടതിന് ശേഷമാണ് അടുത്ത നീക്കം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി ഇത് ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ എതിർപ്പ് അതിൽ എങ്ങനെയായിരുന്നു? അതിൽ മുഖ്യമന്ത്രി ഒരു തരത്തിലും പരിഗണിച്ചില്ലേ? ഇല്ല തന്നെ, മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും അവരുടെ എതിർപ്പ് പരിഗണിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയം സംസ്ഥാന സർക്കാരിന്റെ പക്കലേക്ക് വരുന്നത് വിവിധ തരത്തിലുള്ള കോടതി വ്യവഹാരങ്ങൾക്ക് ശേഷമാണ്. സംസ്ഥാന സർക്കാർ പട്ടിക നൽകി ഗവർണർ മുൻഗണനാക്രമത്തിൽ അതിൽ നിന്ന് നിയമനം നടത്തണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു. പക്ഷേ അങ്ങനൊരു നിയമനത്തിന് വേണ്ടി ഗവർണർ തയ്യാറായില്ല. പിന്നീട് സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിക്കുന്നു. സർക്കാരുമായും ഗവർണറുമായി ചർച്ച നടത്തി വിഷയം രമ്യതയിൽ പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഗവർണറുമായി. പക്ഷെ രണ്ടുപേരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നതോടെ പ്രശ്നം സുപ്രീം കോടതിയിലേക്ക് വീണ്ടും എത്തുകയും സുപ്രീം കോടതി നിയമനം നടത്താമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച രാജ്ഭവനിലെത്തി ഗവർണറുമായി കുറച്ചുനേരം കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷമാണ് അതിനകത്തൊരു വിട്ടുവീഴ്ച ഉണ്ടാകുന്നത്. സാങ്കേതിക സർവകലാശാല VC ആയിട്ട് ലിസ തോമസിനെ നിയമിക്കരുത് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. പക്ഷേ സംസ്ഥാന സർക്കാർ അതിൽ സമവായത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് സജി ഗോപിനാഥിനെ നിയമിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കും എത്തിച്ചേരുകയാണ് ചെയ്തത്. ഇത് പാർട്ടി നേതൃയോഗങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നേതാക്കന്മാർ അറിയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇതാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ട് ഇങ്ങനെ നിയമനം നടത്താൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ള തീരുമാനം മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിച്ചു. എതിർ സ്വരങ്ങൾ അവിടെ ഉണ്ടായി എങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും മുഖ്യമന്ത്രി തയ്യാറായില്ല. സർക്കാർ നിലപാട് ഇതാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഇത് PM ശ്രീ പോലെ വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും വിഷയം എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയമായി ഇത് ഗുണം ചെയ്യില്ല. കാരണം സംഘപരിവാറും ഗവർണറുമായി ഒരു പലതരത്തിലുള്ള ഇടപാടുകൾ സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണം നടത്തി വരുന്നതിനിടയിൽ ഗവർണർക്ക് വഴങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാക്കും എന്നുകൂടി നേതാക്കന്മാർ പറഞ്ഞെങ്കിലും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഒറ്റയ്ക്ക് താൻ എടുത്ത തീരുമാനത്തോടെ നടപ്പാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനകത്ത് CPM സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു എതിർസ്വരമുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ നോക്കിക്കാണണം തന്നെ.